ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് നിങ്ങൾ അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ ALP 2024 ടയർ 2 നടക്കാൻ പോകുന്നു എന്നൊരു നോട്ടിഫിക്കേഷൻ ഓൾറെഡി അവർ റിലീസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പും അതുപോലെ തന്നെ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് നോട്ടീസുമാണ് അവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ റെയിൽവേയുടെ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന കാര്യമാണ്. നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പാണ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സിറ്റി എവിടെയാണ് നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത്, ഏത് ഡേറ്റിനാണ് നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത്, ALPയുടെ ടയർ 2 നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ ആണ് ഇതിൽ അവരെന്ത് ചെയ്യുന്നത് വന്നിട്ടുള്ളത്. അതിന്റെ ലിങ്ക് ഒഫീഷ്യലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ഇമെയിലായിട്ടോ SMS ആയിട്ടൊക്കെ വരും എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, rrbapply.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് കയറിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഈ പറയുന്ന ALP ടയർ 2 CBT2ന്റെ സിറ്റി ഇൻറ്റിമേഷൻ ലിങ്ക് അവിടെ ആക്റ്റീവ് ആയിരിക്കുകയാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. പലർക്കും എന്തായിട്ടായിരുന്നു 19, 20 എന്ന് പറഞ്ഞൊരു ഡേറ്റ് മാറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയ്ക്കൊക്കെ ഇനി എന്തില്ല, ഒരർത്ഥവും ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം 19, 20 എന്നൊരു ഡേറ്റ് അവർ ഫിക്സ് ചെയ്തിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അന്ന് തന്നെയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു ALPയുടെ ടയർ 2 നടത്താൻ പോകുന്നു എന്നുള്ളൊരു കാര്യം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക കേട്ടോ. അപ്പോൾ അതിനൊരു ഡേറ്റിന് ഒരു ചേഞ്ചും വന്നിട്ടില്ല. അപ്പോൾ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്കിൽ കയറി നോക്കുക. ചിലപ്പോൾ ലിങ്ക് ഈ ഒരു ആദ്യ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ ആക്റ്റീവ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അത് ലോഡായി വരാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. കാരണം എല്ലാവരും ഒരുമിച്ച് നോക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു രാത്രിക്കകം വെച്ച് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സിറ്റിയും നിങ്ങളുടെ ഡേറ്റും എല്ലാം അറിയാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 19 ആണോ 20 ആണോ എന്ന് നിങ്ങളുടെ ഡേറ്റ് അറിയാനും പറ്റും. നിങ്ങളുടെ ഏത് സെൻറ്ററാണ് നിങ്ങൾക്ക്, അതായത് കൊല്ലത്താണോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്താണോ അല്ലെങ്കിൽ എറണാകുളത്താണോ നിങ്ങളുടെ സെൻറ്റർ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, 6ാമത്തെ പോയിന്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് RRB ഒരു വൈസ് ഷെഡ്യൂളിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. അവോയ്ഡ് നോർമലൈസേഷൻ, അതായത് ഇനിയുള്ള ഈ ഒരു പ്രോസസ്സിൽ എന്ത് നടക്കുന്നില്ല, നോർമലൈസേഷൻ അവർ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഇനി ഒരു നോർമലൈസേഷൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം. കാരണം എല്ലാവരും, അതായത് ഒരേ സോണിൽ അപ്ലൈ ചെയ്ത പലർക്കും ചിലപ്പോൾ ഒരേ ഷിഫ്റ്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതായത് ഒരേ ഷിഫ്റ്റിൽ എക്സാം ആയിരിക്കും നിങ്ങൾ എല്ലാവരും എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട് ചിലപ്പോൾ ട്രാവൽ ലോങ്ങർ ഡിസ്റ്റൻസ് അതുകൊണ്ട് പോവേണ്ടി വരുമായിരിക്കും. CBT1 നടന്നതുപോലെ അല്ലെ, CBT1 നമ്മുടെ പരിസരത്തൊക്കെ തന്നെയായിരുന്നു അല്ലെ, നമുക്കറിയാവുന്ന പ്ലേസസിൽ തന്നെയായിരുന്നു CBT1 നടത്തിയത്. പക്ഷെ അതിനെ കമ്പയർ നോക്കുകയാണെങ്കിൽ CBT2 ചിലപ്പോൾ നിങ്ങൾക്ക് ദൂര സ്ഥലങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങളിപ്പോൾ പുറത്തുള്ള സ്ഥലങ്ങളാണ് വെച്ചത്, മുംബൈ ആണ് വെച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ കൊൽക്കത്തയാണ് വെച്ചത്, അങ്ങനെ വേറെ ഏതെങ്കിലും സ്ഥലമാണ് വെച്ചതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പുറത്ത് പോയി എഴുതേണ്ടി വരും എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നോർമലൈസേഷൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരേ സോണിൽ അപ്ലൈ ചെയ്ത എല്ലാവർക്കും ഒരേ ഷിഫ്റ്റിൽ എക്സാം നടത്താനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ അവരെന്ത് ചെയ്തിരിക്കുന്നത്, ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇതിലൂടെ അവർ അറിയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, വൈസായിട്ട് കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. 19, 20 ദിവസങ്ങളിൽ നടക്കുന്ന നിങ്ങളുടെ എക്സാം എവിടെ വെച്ചാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായി ശ്രദ്ധിച്ച് അതിൻ്റെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സെറ്റാക്കി വെക്കുക. ടെൻഷനൊന്നും ഇല്ലാണ്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യമാണ് അവർ എന്ത് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിലൂടെ പറയാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ലിങ്ക് ഓൾറെഡി ആക്റ്റീവ് ആണ്, പക്ഷെ ലോഡ് ആവാൻ കുറച്ച് സമയം ആവുമായിരിക്കും. പക്ഷേ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടീസിലൂടെ അവർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ 19, 20 വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് കോൺടാക്ട് നമ്പർ അവരിവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ 4th പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ വിളിച്ച് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. 9 മണി തൊട്ട് 6 മണി വരെ നിങ്ങൾക്ക് ഓപ്പണിംഗ് ആണ്, നിങ്ങൾക്ക് എപ്പോഴാണ് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാവുന്നതാണ്. എന്തായാലും ALPയുടെ എക്സാം അടുത്തെത്തി കഴിഞ്ഞു ടയർ 2ന്റെ. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നല്ലതായിട്ട് തന്നെ പഠിച്ച് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് തന്നെ വർക്ക് നിങ്ങൾ നടക്കട്ടെ. അപ്പോൾ എവിടെയാണോ കിട്ടിയെന്ന് കൃത്യമായി തന്നെ ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ rrbapply.gov.in കയറി നോക്കിയാൽ മതി, എല്ലാം കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.